വയസ്സാകാതിരിക്കാൻ മരുന്ന് കണ്ടെത്തിയാലോ? മായാവിയുടെ മാന്ത്രിക മരുന്നിൻ്റെ കാര്യമല്ല ഈ പറയുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലെ ശാസ്ത്രജ്ഞരുടെ പുതിയൊരു കണ്ടുപിടുത്തമാണ്. വാർദ്ധക്യം ഒരു ജീവിതാവസ്ഥയാണ്. വയസ്സാകും തോറും നമ്മുടെ ആരോഗ്യം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ശരീരത്തെപ്പോലെ തന്നെ നമ്മുടെ മനസ്സിനും വയസ്സാകാറുണ്ട്. ഇതിനെ ബ്രെയിൻ ഏജിങ് എന്നാണ് പറയാറ്. മനസ്സിന് പ്രായമാകുന്നത് തടയാനുള്ള കണ്ടെത്തലുകളാണ് ശാസ്ത്രജ്ഞർ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. നോക്കാം നിത്യയൗവനത്തിന് ശാസ്ത്രം കണ്ടെത്തിയ പുതിയ കണ്ടുപിടുത്തത്തിൻ്റെ വിശേഷങ്ങൾ. നിത്യയൗവനം ഒരു സങ്കല്പം മാത്രമാണ്. മനുഷ്യനായാൽ വയ്യാണ്ടാകും, വയസ്സാകും. വയസ്സാകുന്നത് തടയുന്ന മരുന്നുകളൊക്കെ കഥകളിൽ നമ്മൾ കുറെ കേട്ടിട്ടുണ്ടാകും. പക്ഷേ ശാസ്ത്രം യഥാർത്ഥത്തിൽ ഇത് കണ്ടുപിടിച്ചാലോ? തലച്ചോറിൻ്റെ വാർദ്ധക്യം മെല്ലെയാക്കുന്ന, സമയത്തെ പിന്നോട്ട് തിരിക്കാൻ പോലും കഴിവുണ്ടായേക്കാമെന്ന് വിചാരിക്കുന്ന തലച്ചോറിലെ ഒരു പ്രോട്ടീനാണ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത്. FTL1 അഥവാ ഫെറിറ്റിൻ ലൈറ്റ് ചെയിൻ 1. ശരീരത്തിലെ അയൺ കണ്ടന്റുകൾ സംഭരിക്കുന്ന പ്രോട്ടീനുകളാണ് ഫെറിറ്റിൻ പ്രോട്ടീനുകൾ. ഈ ഫെറിറ്റിൻ പ്രോട്ടീനുകളുടെ ഒരു ഭാഗമാണ് FTL1 അഥവാ ഫെറിറ്റിൻ ലൈറ്റ് ചെയിൻ 1 എന്ന ഇപ്പോൾ കണ്ടെത്തിയ പ്രോട്ടീൻ. വിശദമാക്കാം. തലച്ചോറിൻ്റെ മെമ്മറി ഹബ് എന്നൊരു ഭാഗത്തെപ്പറ്റി ആദ്യം നോക്കാം. തലച്ചോറിലെ ടെമ്പറൽ ലോബിൽ ഒരു വളഞ്ഞ ഘടനയുണ്ട്. ഹിപ്പോകാമ്പസ് എന്നാണ് ഈ ഘടന അറിയപ്പെടുന്നത്. ഇവിടെയാണ് നമ്മുടെ ഓർമ്മകളെ സംഭരിക്കുന്നത്. പഠനത്തിനും ഓർമ്മശക്തിക്കും എല്ലാം സഹായിക്കുന്ന ഒരു ഭാഗമാണിത്. നമ്മുടെ ഓർമ്മകളെ സംഭരിച്ചു വെക്കാൻ, ഹ്രസ്വകാല ഓർമ്മകളെയും ദീർഘകാല ഓർമ്മകളെയും എല്ലാം കളക്ട് ചെയ്തു വെക്കാൻ, സ്ഥലനിർണയത്തിന്, ഇങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും നിർണായകമാണ് തലച്ചോറിലെ ഹിപ്പോകാമ്പസ് എന്ന ഈ ഭാഗം. ഈ ഭാഗത്തെയാണ് മെമ്മറി ഹബ് എന്നറിയപ്പെടുന്നത്. നമ്മുടെ പ്രായം കൂടുന്തോറും FTL1 എന്ന പ്രോട്ടീൻ തലച്ചോറിൽ അടിഞ്ഞുകൂടിക്കൊണ്ടേയിരിക്കും. ഇതാണ് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഒരു പ്രായം കഴിഞ്ഞാൽ ഈ പ്രോട്ടീൻ സഹായമല്ല ചെയ്യുക. പകരം തലച്ചോറിൻ്റെ ന്യൂറോണുകൾക്ക് ദോഷം ചെയ്യാൻ തുടങ്ങും. കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ എലികളിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ ഇത് തെളിയിച്ചു. പ്രായം കുറഞ്ഞ എലികളിൽ FTL1ൻ്റെ അളവ് കൂടുന്ന സമയത്ത് ന്യൂറോണുകളുടെ കണക്ടിവിറ്റി ദുർബലമാവുകയും അതിൻ്റെ ബ്രാഞ്ചുകളൊക്കെ കുറയുകയും ചെയ്യുന്നു. അതോടെ ഓർമ്മശക്തി മോശമാവുകയും ചെയ്തു. അതേസമയം പ്രായമായ എലികളിലും ഇതേ പരീക്ഷണം നടത്തി. FTL1ൻ്റെ അളവ് കുറച്ച സമയത്ത് ന്യൂറോണുകൾ പുതിയ ബ്രാഞ്ചുകൾ വളർത്തി ഓർമ്മശക്തി മെച്ചപ്പെടുത്തുകയും ചെയ്തു. അതോടെ FTL1ൻ്റെ അളവ് നിയന്ത്രിച്ചാൽ വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങളെ മന്ദഗതിയിലാക്കാം. മാത്രമല്ല തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ തന്നെ പിന്നോട്ട് തിരിക്കാൻ പോലും കഴിയും എന്നാണ് ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നത്. സംഗതി ഒരു പ്രോട്ടീൻ ആണെങ്കിലും FTL1 കൂടുന്നത് പ്രശ്നമാകുന്നുവെന്നാണല്ലോ കണ്ടെത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് ഇത് പ്രശ്നമാകുന്നത് എന്ന് നോക്കാം. തലച്ചോറിൻ്റെ ന്യൂറോണുകളെ ബന്ധിപ്പിക്കുന്ന ബ്രാഞ്ചുകളെ ഇത് തടസ്സപ്പെടുത്തും. മാത്രമല്ല ന്യൂറോണുകളുടെ മെറ്റബോളിസത്തെ തന്നെ ഇതങ്ങ് തടസ്സപ്പെടുത്തും. ഊർജോൽപാദനം തടയുന്നു എന്നർത്ഥം. ഇത് തലച്ചോറിൻ്റെ കോശങ്ങൾക്ക് ആവശ്യമായ ഊർജം കിട്ടുന്നത് കുറക്കും. എന്നാൽ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ ഒരു രസകരമായ കാര്യം കൂടി ഇതിനോടൊപ്പം കണ്ടെത്തി. FTL1ൻ്റെ അളവ് കൂടുതലായിരുന്നിട്ടും ഒരു മെറ്റബോളിസം ബൂസ്റ്റർ നൽകിയ സമയത്ത് ന്യൂറോണുകൾ വീണ്ടും സജീവമായിട്ടുണ്ട്. അവയുടെ പ്രവർത്തനം ഭാഗികമായി പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കണ്ടെത്തൽ കൂടി വന്നതോടെ 2 സാധ്യതകളാണ് ശാസ്ത്രത്തിന് മുന്നിൽ തുറന്നത്. ഒന്ന്, FTL1ൻ്റെ അളവ് കുറക്കൽ തന്നെ. അതല്ലെങ്കിൽ രണ്ടാമത്തേത് തലച്ചോറിൻ്റെ ഊർജോൽപാദനം വർദ്ധിപ്പിച്ച് FTL1ൻ്റെ ദോഷഫലങ്ങളെ പ്രതിരോധിക്കുക എന്നതാണ്. ഈ പരീക്ഷണങ്ങൾ പൂർണ്ണമായി വിജയിച്ചാൽ തലച്ചോറിൻ്റെ വാർദ്ധക്യം തടഞ്ഞ് നഷ്ടപ്പെട്ട പ്രവർത്തനങ്ങളെ പുനഃസ്ഥാപിക്കാൻ, റീജുവനേഷൻ നടത്താൻ കഴിയുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. FTL1ൻ്റെ ഈ റോൾ തലച്ചോറിൻ്റെ മെറ്റബോളിക് ഡിസ്ഫങ്ഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അൾഷിമേഴ്സ് പോലുള്ള പല രോഗങ്ങളുടെയും ചികിത്സക്ക് ഈ കണ്ടെത്തൽ പുതിയ വഴികൾ തുറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തലച്ചോറിനെ റീജുവനേറ്റ് ചെയ്യാനുള്ള വഴികൾ വർഷങ്ങളായി ശാസ്ത്രജ്ഞർ തേടിക്കൊണ്ടേയിരിക്കുകയാണ്. കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ സോൾവെഡ എന്ന ശാസ്ത്രജ്ഞൻ്റെ നേതൃത്വത്തിലായിരുന്നു ഈ പരീക്ഷണങ്ങൾ നടത്തിയത്. പ്രായം കുറഞ്ഞ എലികളുടെ രക്തം, അതായത് യങ് ബ്ലഡ് പ്ലാസ്മ, പ്രായമായ എലികൾക്ക് നൽകി. അതോടെ അവയുടെ ഓർമ്മശക്തിയും പഠനശേഷിയും മെച്ചപ്പെട്ടതായി കണ്ടെത്തുകയും ചെയ്തു. ഇതോടൊപ്പം ഇതേ മേഖലയിൽ തന്നെ ശുഭപ്രതീക്ഷ നൽകുന്ന മറ്റൊരു ഗവേഷണം കൂടി നടക്കുന്നുണ്ട്. ന്യൂറോ ഇൻഫ്ലമേഷൻ. വാർദ്ധക്യമാകുന്നതോടെ തലച്ചോറിൽ ഉണ്ടാകുന്ന ദീർഘകാല രോഗപ്രതിരോധ പ്രവർത്തനം, ഇത് ന്യൂറോണുകൾക്ക് ദോഷം വരുത്തുന്നുണ്ട്.
ഇൻഫ്ലമേഷൻ കുറക്കുന്നതിലൂടെ എലികളിൽ ഓർമ്മശക്തി മെച്ചപ്പെടുത്താൻ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അൾഷിമേഴ്സ് രോഗത്തിനെതിരെ ഗവേഷണത്തിൽ ഇതെല്ലാം വലിയ ഫലം നൽകുന്ന കണ്ടെത്തലുകളാണ്. FTL1 എന്ന പ്രോട്ടീനിൻ്റെ കണ്ടെത്തൽ ശാസ്ത്രലോകത്തെ ആവേശത്തിലാക്കുന്നുണ്ടെങ്കിലും ഒരു കാര്യം കൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. ഓർമ്മശക്തി നഷ്ടപ്പെട്ടാൽ എല്ലാം തിരിച്ചുപിടിക്കാനുള്ള ഒരു മാജിക് ഗുളിക അങ്ങനെയൊന്നും ഉടനടി ലഭ്യമാകില്ല. ഈ ഗവേഷണം ഇപ്പോൾ എലികളിലും സെൽ മോഡലുകളിലും മാത്രമാണ് നടന്നത്. മനുഷ്യരിലേക്ക് ഈ ഫലങ്ങൾ എത്തിച്ചേരുമോ എന്ന പരീക്ഷണം ചെയ്യാൻ വർഷങ്ങളെടുക്കും. എന്നാൽ തന്നെയും FTL1 ഒരു കൃത്യമായ ലക്ഷ്യം ശാസ്ത്രത്തിന് നൽകുന്നുണ്ട്. ബുദ്ധിശക്തി മെച്ചപ്പെടുത്തുക എന്ന അവ്യക്തമായ ഒരു ബോൾഡ് ലക്ഷ്യത്തിന് പകരം ശാസ്ത്രത്തിന് ഇനി FTL1ൻ്റെ അളവ് കുറച്ച് തലച്ചോറിൻ്റെ മെറ്റബോളിസം വർദ്ധിപ്പിക്കാൻ എന്തു ചെയ്യാം എന്ന് സ്പെസിഫിക്കായി പരീക്ഷിക്കാൻ കഴിയും. ഈ കണ്ടെത്തലിനെ ഒരു നാഴികക്കല്ല് എന്ന് വിശേഷിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതേസമയം എലികളിൽ പ്രവർത്തിച്ച അതേ തോതിൽ ഇത് മനുഷ്യരിൽ പ്രവർത്തിക്കുമോ എന്ന ആശങ്കയും ഒരു ഭാഗത്ത് ബാക്കിയുണ്ട്. FTL1 കണ്ടെത്തിയതോടെ അൾഷിമേഴ്സിന് പുറമെ മറ്റ് ന്യൂറോ ഡീജനറേറ്റീവ് രോഗങ്ങളുടെ ചികിത്സക്ക് ഇത് വഴി തുറക്കുമെന്നും സൂചിപ്പിക്കുന്നുണ്ട്. ഏതായാലും FTL1 അഥവാ ഫെറിറ്റിൻ ലൈറ്റ് ചെയിൻ 1 ഈ പ്രോട്ടീനിൻ്റെ കണ്ടെത്തൽ തലച്ചോറിന് വയസ്സാകുന്ന സമയം നീട്ടിക്കൊണ്ടുപോകാൻ, ഓർമ്മശക്തി പുനഃസ്ഥാപിക്കാൻ എല്ലാത്തിനുമുള്ള ശാസ്ത്രീയ സാധ്യതകളെ തുറന്നിട്ടിരിക്കുകയാണ്. പക്ഷേ എലികളിൽ നിന്ന് മനുഷ്യരിലേക്കുള്ള യാത്ര നീണ്ടതാണ്. അതോടൊപ്പം അൾഷിമേഴ്സ് അടക്കമുള്ള ന്യൂറോ ഡീജനറേറ്റീവ് രോഗങ്ങളെ പ്രതിരോധിക്കാൻ ഈ കണ്ടെത്തൽ എത്ര കണ്ട് ഗുണകരമാകും എന്നതും ശാസ്ത്രലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ചോദ്യമാണ്.